അപ്പോ കൊല്ലം സീറ്റിലെ തോൽവി ഉറപ്പിച്ചു. RSPക്കാർ തന്നെ ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ ഇടപെട്ടു എന്ന് അവർ തന്നെ കണ്ടെത്തി മാധ്യമങ്ങളിലൂടെ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് ചിലത് പുകയാണ്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചു എന്നൊരു പരാതി വരുന്നുണ്ട്. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൗത്ത് LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തി. കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ച് ഇവർ സംസാരിച്ചു. ആ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൂട്ട് നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അല്ലാത്ത സമയത്ത് കൊല്ലത്തെ പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നതിനോട് ഭക്ഷണം കഴിക്കുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചയാവേണ്ട കാര്യമില്ല. പക്ഷേ ഈ വിഷയത്തിൽ അന്നത്തെ ദിവസം CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, നേരത്തെ കൌൺസിലറായിരുന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാരാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. RSPയുടെ ഒരു സൗത്ത് ലോക്കൽ സെക്രട്ടറി സദു അടക്കമുള്ള ആൾക്കാർ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത് സംബന്ധിച്ച് വലിയ പരാതികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, ബിന്ദു കൃഷ്ണയുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. KPCC നേതൃത്വത്തിന്, അതുപോലെ തന്നെ UDF നേതൃത്വത്തിന് അടക്കം, RSP സംസ്ഥാന നേതൃത്വത്തിന് അടക്കം പരാതി നൽകി. അതിന്റെ അടിസ്ഥാനം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചതിന് പിന്നാലെ കൊല്ലം സീറ്റിൽ വിജയിക്കുമെന്നുള്ളതായിരുന്നു അവകാശവാദം. ഇപ്പോൾ സ്വന്തം നിലയ്ക്കുള്ള UDF ഘടകകക്ഷികൾ പോലും കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ജയിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല, തോൽക്കപ്പെടേണ്ട സ്ഥാനാർത്ഥിയാണ് എന്ന നിലയ്ക്ക് അവർ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി വോട്ട് മറിച്ചു എന്നാണ് ആരോപണം. ഇത് അവരുടെ കുടുംബകാര്യമാണ്. RSPയെ പോലുള്ള പാർട്ടിയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ RSPക്കാർ എങ്ങനെയാണ് കോൺഗ്രസിനിട്ട് പണി കൊടുത്ത് തോൽപ്പിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം കോർപ്പറേഷനിലെ വിജയം, ആ വിജയത്തോടുകൂടി കൊല്ലം ജില്ലയിൽ ഇക്കുറി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന കോൺഗ്രസിന് ഇപ്പോ ആകെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വല്ലാത്ത വിസ്മയ കാഴ്ചയാണ് RSPക്കാരുടെ ഇടതുപക്ഷ നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കൊല്ലം പോയി കഴിഞ്ഞതായിട്ട് രേഖപ്പെടുത്താം. തെക്കൻ കേരളത്തിൽ ഇത്തവണ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് കൊല്ലത്താണെന്നാണ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ തിരിച്ചടി നേരിട്ടു. ആ കോർപ്പറേഷനിലെ ജനപ്രതിനിധികളായിരുന്ന അല്ലെങ്കിൽ മെമ്പർമാരായിരുന്നവരുടെ വീഴ്ച തന്നെയായിരുന്നു. പക്ഷേ അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ ബിന്ദു കൃഷ്ണയെ അവിടെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് പരിശ്രമിച്ചപ്പോൾ ആ വനിത അവിടെ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് ആരുടെ കൂടി ആവശ്യമാണ്? RSPയുടെ കൂടി ആവശ്യമായിരുന്നു എന്നതിന് നേർസാക്ഷ്യമായിട്ട് ആ ദൃശ്യത്തെ പരിഗണിക്കാം. RSPക്ക് സ്വാധീനമുള്ള NK പ്രേമചന്ദ്രൻ MP ആയിട്ടുള്ള കൊല്ലത്ത് ഇത്തരമൊരു അടിയൊഴുക്ക് സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയിലൂടെ RSP വോട്ടുകൾ കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ പെട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ബിന്ദു കൃഷ്ണയുടെ തോൽവി ഉറപ്പായിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങളും RSP നേതാക്കന്മാരുടെ കൂടിക്കാഴ്ചയും തെളിയിക്കുകയാണ്.